നിങ്ങൾ 1.5 ടണ്ണിൻ്റെ എ സി വാങ്ങാൻ പോകുന്നവരാണോ? എങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് തീരുമാനമെടുക്കാം. കാരണം എല്ലാ 1.5 ടണ്ണിൻ്റെ എ സികളും യഥാർത്ഥത്തിൽ സെയിം ലെവൽ കൂളിംഗ് തരണമെന്നില്ല. ചില എ സികൾക്ക് നിങ്ങൾ 1.5 ടണ്ണിൻ്റെ പണം കൊടുക്കും, പക്ഷെ ലഭിക്കുന്നത് കുറവ് കൂളിംഗ് കപ്പാസിറ്റി ആയിരിക്കാം. ഇത് സാധാരണയായിട്ട് മിക്കവർക്കും വരുന്നൊരു തെറ്റാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എ സികളെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. എ സി ടണ്ണേജ്. നമുക്ക് ആദ്യം എന്താണ് എ സി ടണ്ണേജ് എന്ന് മനസ്സിലാക്കാം. മാർക്കറ്റിൽ സാധാരണയായിട്ട് എ സികൾ ഇങ്ങനെയാണ് വിറ്റഴിക്കപ്പെടുന്നത്. അതായത് 1 ടൺ, 1.5 ടൺ, 2 ടൺ എന്നൊക്കെ. പലരും കരുതുന്നത് ഈ ടണ്ണേജ് എന്ന് പറയുന്നത് നേരിട്ട് കൂളിംഗ് കപ്പാസിറ്റി ആണെന്നാണ്. പക്ഷേ മാർക്കറ്റിംഗ് വാല്യൂവും ആക്ച്വൽ വാട്ട് കപ്പാസിറ്റിയും തമ്മിൽ മാച്ച് ചെയ്യണമെന്നില്ല. ടണ്ണേജ് തിയററ്റിക്കലി കൂളിംഗ് കപ്പാസിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. പക്ഷേ റിയൽ എ സികളിൽ ആക്ച്വൽ കൂളിംഗ് കപ്പാസിറ്റി വാട്ട്സ് അത് മോഡൽ അനുസരിച്ചിട്ട് മാറും. ഒരു സിമ്പിൾ റിലേഷൻ ഞാനിവിടെ പറഞ്ഞുതരാം. ഇപ്പോൾ 1 ടൺ കൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3517 വാട്ട്സ് ആണ്. അതായത് ഇപ്പോൾ ഒരു 1.5 ടൺ എ സി ആണെങ്കിൽ എക്സ്പെക്റ്റഡ് കൂളിംഗ് കപ്പാസിറ്റി അതൊരു 4600 വാട്ട് മുതൽ 5300 വാട്ട് വരെ റേഞ്ച് കാണാം. ഇപ്പോൾ മോഡൽ അനുസരിച്ചിട്ട് മാറാട്ടാ. 5000 വാട്ടിന് മുകളിലുള്ള മോഡൽസ് ആണെങ്കിൽ നല്ലൊരു ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും നമുക്ക് നൽകുന്നത്. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അറിഞ്ഞിരിക്കാം. അതായത് ബി ലെവലും അതിൻ്റെ രഹസ്യങ്ങളും. നമ്മൾ ഇന്നിപ്പോൾ ഒരു എ സി വാങ്ങുന്ന സമയത്ത് ആ എ സിയിലൊക്കെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബി പവർ സേവിങ് സ്റ്റിക്കർ ഇല്ലേ? അതിലൊരു പ്രധാന ലൈൻ കൂളിംഗ് കപ്പാസിറ്റി 100% ഫുൾ ലോഡ് കപ്പാസിറ്റി എന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇല്ലേ? അതാണ് ഒരു എ സിയുടെ റേറ്റഡ് കൂളിംഗ് കപ്പാസിറ്റി. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കിയാൽ കൂളിംഗ് കപ്പാസിറ്റി 4400 വാട്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കാൽക്കുലേഷൻ ഇങ്ങനെ ആയിരിക്കും. 4400 വാട്ട് ഹരണം 3517. ഉത്തരം എത്ര കിട്ടും? 1.25 ടൺ. അതായത് ഈ ഒരു എ സിയുടെ റേറ്റഡ് കൂളിംഗ് കപ്പാസിറ്റി ഏകദേശം 1.25 ടണ്ണിന് ഈക്വാലൻ്റ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് കണ്ടീഷൻസിൽ മെഷർ ചെയ്താണ്. റിയൽ ലൈഫ് പെർഫോമൻസ് കണ്ടീഷൻസ് അനുസരിച്ചിട്ട് കുറച്ച് മാറാം. ഇനി നമുക്കിന്ന് മാർക്കറ്റിലെ ചില മോഡൽസ് നോക്കാം. ഒരു ഉദാഹരണത്തിന് എൽ ജിയുടെ ഒരു 1.5 ടൺ എ സിയിലെ ഒരു മോഡലിൻ്റെ കൂളിംഗ് കപ്പാസിറ്റി അത് 4400 വാട്ടാണ്. ഇത് ശരിക്കുള്ള മറ്റു 1.5 ടൺ എ സി മോഡലുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യേന കപ്പാസിറ്റി കുറവാണ്. ഒരു ഉദാഹരണത്തിന് വോൾട്ടാസിൻ്റെ വെർട്ടിസ് അത് 5100 വാട്ട്, വോൾട്ടാസിൻ്റെ തന്നെ വീനസ് അത് 5300 വാട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മോഡലുകളൊക്കെ ഹയർ കൂളിംഗ് കപ്പാസിറ്റി ഉള്ള മോഡലുകളാണ്. ഇതുപോലെ തന്നെ പല ബ്രാൻഡിനും റിയൽ കപ്പാസിറ്റി ഉള്ളവയുണ്ട്. മോഡൽ അനുസരിച്ചിട്ട് വ്യത്യാസപ്പെടും. അതായത് എല്ലാ 1.5 ടൺ എ സികളും സെയിം പെർഫോമൻസ് നൽകില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടണ്ണേജ് മാത്രം നോക്കാതെ കൂളിംഗ് കപ്പാസിറ്റി കൂടി നോക്കണം. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ഇമ്പാക്റ്റ് എന്താണ്? കൂളിംഗ് കപ്പാസിറ്റി കുറവായാൽ എന്ത് സംഭവിക്കും? ഒന്ന്, റൂം പ്രോപ്പറായിട്ട് കൂളാവില്ല. ഇപ്പോൾ ഒരു റൂമിൻ്റെ സൈസിന് ആവശ്യമായിട്ടുള്ള കപ്പാസിറ്റിയേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ടെമ്പറേച്ചർ എത്തിക്കാൻ എ സി കൂടുതൽ സമയം എടുക്കും. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ച ആ ഒരു കൂളിംഗ് ലഭിക്കണമെന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പ്രോബ്ലം 2 വരും. അതായത് ഇലക്ട്രിസിറ്റിയുടെ കൺസപ്ഷൻ കൂടാൻ സാധ്യതയുണ്ട്. അണ്ടർ സൈസർ ആയിട്ടുള്ള എ സികൾ ഉയർന്ന ലോഡിൽ കൂടുതൽ സമയം പ്രവർത്തിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ടോട്ടൽ എനർജി കൺസംഷൻ കൂടാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ചും നോൺ ഇൻവെർട്ടബിൾ ആയിട്ടുള്ള മോഡലുകളിൽ. തീർന്നില്ല, ഇതൊക്കെ കൊണ്ട് മൂന്നാമതൊരു പ്രശ്നം കൂടി വരാൻ സാധ്യതയുണ്ട്. അതായത് ഒരു എ സി ഉയർന്ന ലോഡിൽ കൂടുതൽ സമയം പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ കംപ്രസർ, കമ്പോണൻസ് ഇതിനൊക്കെ സ്ട്രെയിൻ ഉണ്ടാവാം. അപ്പോൾ ഇത് അതിൻ്റെ ലോങ് ടൈമിലുള്ള പെർഫോമൻസിനെ ബാധിക്കാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു എ സി വാങ്ങുമ്പോൾ ടൺ മാത്രം നോക്കരുത്, ബി ലെവൽ കൂടി നമ്മൾ പരിശോധിക്കുക. പ്രത്യേകിച്ച് കൂളിംഗ് കപ്പാസിറ്റി വാട്ട്സ്, പിന്നെ എനർജി സ്റ്റാർ റേറ്റിംഗും. 1.5 ടൺ എ സി ആണെങ്കിൽ 5000 വാട്ടിന് മുകളിലുള്ള മോഡലുകൾ അത് ബെറ്റർ പെർഫോമൻസ് നൽകാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന റൂമിൻ്റെ സൈസും റൂമിൻ്റെ ഇൻസുലേഷനും പിന്നെ ക്ലൈമറ്റും അനുസരിച്ചിട്ട് ആ ഒരു പെർഫോമൻസ് വ്യത്യാസപ്പെട്ടിരിക്കും. നമ്മൾ അതും കൂടി കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇനി ഒരു എ സി വാങ്ങുമ്പോൾ 1.5 ടൺ എന്ന് എഴുതിയതിൽ മാത്രമായിട്ട് വിശ്വസിക്കരുത്. പകരം ബി ലേബിൾ നോക്കണം, കൂളിംഗ് കപ്പാസിറ്റി കൂടി നമ്മൾ പരിശോധിക്കണം. കാരണം സിമ്പിൾ റൂൾ, കൂളിംഗ് കപ്പാസിറ്റി വാട്ട്സ് ആണ് ഒരു എ സിയുടെ റേറ്റഡ് കൂളിംഗ് പെർഫോമൻസ് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റും ചെയ്തേക്ക്.